अस्सलामु अलैकुम या हिब्बाही കൈഫ ഹാലുക്കും സൈൻ അൽഹംദുലില്ലാ. 6th സ്റ്റാൻഡേർഡിലെ 3ാമത്തെ യൂണിറ്റിലെ അൽ ജിസ്മു സലീം ആരോഗ്യമുള്ള ശരീരം, അതിൽ ഹദ്ദഫുൻ എന്ന ഹിക്കായിയെക്കുറിച്ചും പ്ലയേഴ്സിനെ കുറിച്ചും അവർ എന്താണ് അറബിയിൽ പറയുക, അവരുടെ പൊസിഷൻസ് എന്താണ് എന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയതാണ് അല്ലേ. ഇനി നമുക്കിവിടെ നഖ്റഉ വനഫ്അമു, നഖ്റഉ നമുക്ക് വായിക്കാം, വനഫ്അമു മനസ്സിലാക്കാം. ജുംലൽ ഫിഇലിയ. എൽ അബുൽ വലദു ഫിൽ മൈദാൻ, എൽ അബു കളിക്കുന്നു, അൽ വലദു ആൺകുട്ടി, ഫിൽ മൈദാൻ ഗ്രൗണ്ടിൽ. നളറ ലാഇബു ഇലൽ മർമ, നളറ നോക്കി, അല്ലാഇബു കളിക്കാരൻ, ഇലൽ മർമ ഗോൾ പോസ്റ്റിലേക്ക്. തജ്രി സഞ്ചരിക്കുന്നു, അൽ ഖുറത്ത് ബോള്, ഫിൽ മൽഅബി കളിസ്ഥലത്ത്. വസലത്ത് എത്തി, ഫാത്തിമത്തു ഫാത്തിമ ഇലൽ മദ്രസ സ്കൂളിലേക്ക്. ഇവിടെ കൊടുത്തിരിക്കുന്ന സെന്റൻസുകളുടെ തുടക്കമെല്ലാം ഫിഇല് കൊണ്ടാണ് അല്ലേ. എല്ലബു, നളറ, തജ്രി, വസലത്ത് ഇതെല്ലാം ഫിഇലാണ്. ഫിഇല് കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സെന്റൻസിനെ ജുംല ഫീലിയ എന്ന് പറയും. ഒരു ജുംല ഫീലിയിൽ നമുക്ക് തുടക്കത്തിൽ ഫിഇലിനെയും ശേഷം ഒരു ഫായിലിനെയും കാണാൻ സാധിക്കും. അപ്പോൾ ഫിഇല് കൊണ്ട് തുടങ്ങുന്ന സെന്റൻസിനെ ജുംല ഫീലിയ എന്ന് പറയും. നുറാജിഹു നസ്സ വനഖ്താറു മിൻഹു ജുംല ഫീലിയ. പാഠഭാഗം വായിച്ച് അതിൽ നിന്ന് ഫീലിയായിട്ടുള്ള ജുംലകളെ കണ്ടെത്താൻ. യർതഫിഹു വറബ ഡാഷ് അൽ ഫരീഖു ഫിൽ മൈദാൻ എന്ന് നമുക്കൊരു ചെറിയൊരു വർക്ക് കൊടുത്തിട്ടുണ്ട് അല്ലേ. നമുക്കിനി പാഠഭാഗത്തിലേക്ക് പോകാം. യർതഫിഹു സിയാഹ് ആരവങ്ങൾ ഉയർന്നു, അതൊരു ജുംല ഫീലിയാണ് അല്ലേ. യർതഫിഹു ഇതൊരു ഫിഇലാണ്. അപ്പോൾ ആ സെന്റൻസ് തുടങ്ങുന്നത് എന്തുകൊണ്ടാ? ഫിഇല് കൊണ്ടാണ്. ഇപ്പോൾ ജുംല ഫീലിയ. വയത്തമവ്വജിൽ മുഷാഹിദൂന കാണികൾ ഇളകിമറിയുന്നു, അതും ഒരു ജുംല ഫീലിയാണ്. യുസാരിഹു സൽമാൻ ബിൽ ഖുറത്തി ഇലൽ മർമ, യുസാരിഹു കുതിക്കുന്നു, സൽമാൻ ബിൽ ഖുറത്തി ബോളുമായി ഗോൾ പോസ്റ്റിലേക്ക് സൽമാൻ കുതിക്കുന്നു, അതും ജുംല ഫീലിയാണ്. യുസാരിഹു എന്നത് ഒരു ഫീലാണ് അല്ലേ. നളറ ഇലൽ ജാനിബിൽ ഐമനു വൽ ഐസറ, സൽമാൻ ഇടതുവശത്തേക്കും വലതുവശത്തേക്കും നോക്കി. അപ്പം നളറ ഒരു ഫീലല്ലേ ആണ്. ആ സെന്റൻസ് എന്താ? ജുംല ഫീലിയ. ലറബ സൽമാൻ, സൽമാൻ അടിച്ചു. ലറബ അടിച്ചു, അതൊരു ഫീലാണ്. സൽമാൻ ഫായിൽ അല്ലേ. അപ്പോൾ അതും ഒരു ജുംല ഫീലിയ തന്നെയാണ്. ഹാജിൽ ജമീഹു എല്ലാവരും എന്ത് ചെയ്തു? ആവേശഭരിതരായി, അതൊരു ജുംല ഫീലിയാണ്. അടുത്ത നോക്കൂ. വസാഹു അവർ ആർത്ത് വിളിച്ചു അല്ലേ. സാഹു. അപ്പോൾ അവിടെ അവർ എന്നൊരു ഫായില് കൂടെ നമുക്ക് വന്നിട്ടുണ്ട്. ജുംല ഫീലിയിൽ ഫീല് ഫസ്റ്റ് ഉണ്ടാവും, പിന്നെന്താ ഉണ്ടാവുക? ശേഷം ഒരു ഫായിലിനെയും കാണാൻ പറ്റും. അപ്പോൾ സാഹു എന്നതിൽ ഒരു ഫീലും ഫാഹിലും വന്നിട്ടുണ്ട്. അപ്പോൾ അതെന്താ? ജുംല ഫീലിയാണ്. ഫാസ ഫരീഖു സൽമാൻ ബിദാലിക്കൽ ഹദ്ഫിസാർ, ഫാസ ഫരീഖു സൽമാൻ അതെന്താ? ഫാസ വിജയിച്ചു, അതൊരു ഫീലല്ലേ ആണ്. അപ്പോൾ ആ സെന്റൻസ് എന്താ? ജുംല ഫീലിയ. അസ്റഹ പെട്ടെന്ന് പോയി, ഉൽ ഫരീഖി ഇലൽ ഖായിദി ക്യാപ്റ്റന്റെ അടുക്കലേക്ക് ടീം അംഗങ്ങൾ പെട്ടെന്ന് പോയി. അസ്റഹ അതൊരു ഫീലാണ് അല്ലേ. ഫീല് കൊണ്ട് തുടങ്ങുന്ന സെന്റൻസിനെ ജുംല ഫീലിയ എന്ന് പറയും. വആനകൂഹു അതും ഒരു ജുംല ഫീല. ആനക്ക കെട്ടിപ്പിടിച്ചു, ഹഗ് ചെയ്തു. ഹു അരേ സൽമാനോട് ഒരു ഫീലും ഫായിലും വന്നിട്ടുണ്ട്. അപ്പോൾ ആ സെന്റൻസ് എന്താ? ജുംല ഫീലിയ. ഇജ്തമ അൽ ഫരീഖു, ഇജ്തമ ഒരുമിച്ചു, ഫരീഖ് ഫിൽ മൈദാൻ അതും ഒരു ജുംല ഫീലിയാണ്. വഇസ്തലമു കരസ്ഥമാക്കി, അൽ കാസ ട്രോഫി അല്ലാഹുസിമത്ത മെഡലും. വഇസ്തലമു എന്താ? ജുംല ഫീലിയാണ്, അവർ കരസ്ഥമാക്കി. ഇപ്പോൾ ജുംല ഫീലുകൾ ഏതാണെന്ന് മനസ്സിലായല്ലോ. ഇനി നമുക്ക് താഴെ കൊടുത്തിരിക്കുന്ന അതിനെ കംപ്ലീറ്റ് ചെയ്യാം. എർത്തഫിഹു സിയാഹ്, എർത്തഫിഹു ഉയരുന്നു, സിയാഹ് അല്ലേ. എന്താ? ആരവങ്ങൾ. ലറബ അടിച്ചു, സൽമാൻ അടിച്ചു.
ഡാഷ് അൽ ഫരീഖു ഫിൽ മൈദാൻ. അവിടെ ഏത് ഫീല് നമുക്ക് ചേർക്കാം? ഇജ്തമ ഒരുമിച്ച് കൂടി, ഫരീഖ് ടീം, ഫിൽ മൈദാൻ ഗ്രൗണ്ടിൽ. ബാക്കി 3 സെന്റൻസുകൾ പാഠഭാഗത്തിൽ നിന്നും നോക്കി നമുക്കിവിടെ എഴുതി ചേർക്കാം. നഖ്റഉൽ അഫ്ആലു താലിയ വനഇദുൽ ജുംല ബിഇസ്തിആനത്തി സൂറ. താഴെയുള്ള ഫീലുകൾ വായിച്ചു നോക്കി ചിത്രങ്ങൾക്കനുസരിച്ച് സെന്റൻസുകൾ ഉണ്ടാക്കാം. താഴെ 4 ഫീലുകൾ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാ? സക്കത്ത, ആനക്ക, എലിരിബു, യക്ബിലു. ഇവിടെ ഒന്നാമത്തെ ചിത്രം എന്താ ഇതില്? സ്ട്രൈക്കർ ബോളിനെ പോസ്റ്റിലേക്ക് അടിക്കുകയാണ് അല്ലേ? അപ്പോൾ അടിക്കുക എന്നുള്ളതിന് നമുക്ക് എന്തു പറയാം? അടിക്കുക. എലിരിബു അടിച്ചു. എലിരിബുൽ മുഹാജിമു കുറത്ത ഇലൽ മർമ. ഗോൾ പോസ്റ്റിലേക്ക് ബോള് സ്ട്രൈക്കർ അടിച്ചു. രണ്ടാമത്തെ പിക്ചർ നോക്കിയേ. ഒരു ഗോളി ബോള് പിടിക്കുകയാണ് അല്ലേ? പിടിച്ചു എന്നതിൻ്റെ അറബി പദം ഏതാ? യക്ബിലു. യക്ബിലു ഹാരിസുൽ മർമ. അടുത്ത മൂന്നാമത്തെ പിക്ചർ അല്ലേ? ആ പിക്ചറിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? ഗോളിയെ ആലിംഗനം ചെയ്യണം. ബോള് തടഞ്ഞത് കൊണ്ട് ആ ഗോളിനെ ആലിംഗനം ചെയ്യുന്ന ഒരു പിക്ചറാണ് നമുക്കിവിടെ കാണുന്നത്. ആലിംഗനം ചെയ്യുക, ഹഗ് ചെയ്യുക. അതിനെന്താ നമുക്ക് അറബി പദം? ആനക്ക. ആനക്ക അഅ്ലാഉൽ ഫരീഖി. ടീം അംഗങ്ങൾ ആലിംഗനം ചെയ്തു. ഇനി അടുത്ത പിക്ചർ. ഒരു കളിക്കാരൻ വീണു. സക്കത്ത അല്ലേ? സക്കത്ത ലായിബു. കളിക്കാരൻ വീണു. നമ്മളിവിടെ ഉണ്ടാക്കിയ എല്ലാ ജുംലകളും എന്താ? ജുംല ഫീലിയാണ്. ഇവിടെ ഹുനാക്ക നോക്കൂ. അൽ ജുംലുൽ ഇസ്മിയ അൽ മുബാറാത്തു ഷദീദത്തുൻ അൽ ഫരീഖു ഫായിസുൻ അദ്ദഖായിഖു ബാഖിയത്തുൻ. അൽ മുബാറാത്തു ഷദീദത്തുൻ മത്സരം കഠിനമാണ്. അൽ ഫരീഖു ഫായിസുൻ ടീം വിജയിച്ചു. അദ്ദഖായിഖു ബാഖിയത്തുൻ മിനിറ്റുകൾ ബാക്കിയുണ്ട്. ഇതിലൊന്നും ഫീലുകൾ ഇല്ല. മുബാറാത്ത്, ഫരീഖ്, ദഖായിഖ് ഇതെല്ലാം എന്താ? ഇസ്മാണ് അല്ലേ? ഇസ്മിനെ നമ്മൾ മുബ്തദ എന്ന് കൂടെ പറയൂ കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ സെന്റൻസുകളെല്ലാം ജുംല ഇസ്മിയ ആണ്. മുബ്തദവും ഖബറുമുള്ള സെന്റൻസിനെ ജുംല ഇസ്മിയ എന്ന് പറയും. ഫീലും ഫായിലുമുള്ള സെന്റൻസിനെ ജുംല ഫീലിയ എന്ന് പറയും അല്ലേ? ഇവിടെ മുബാറാത്ത്, ഫരീഖ്, ദഖായിഖ് ഇതെല്ലാം എന്താ? ഇസ്മാണ്. അപ്പോൾ ഇസ്മുകൾ കൊണ്ട് തുടങ്ങുന്ന സെന്റൻസിനെ ജുംല ഇസ്മിയ എന്നും ഫീലുകൾ കൊണ്ട് തുടങ്ങുന്ന സെന്റൻസിനെ ജുംല ഫീലിയ എന്നും പറയും. നുലാഹിലു സൂറ വ നുക്മിലുൽ ജുംല ഇസ്മിയ. ചിത്രം നിരീക്ഷിച്ച് നമുക്ക് ആ സെന്റൻസിനെ എന്താക്കണം? ജുംല ഇസ്മിയ ആക്കിയിട്ട് കംപ്ലീറ്റ് ചെയ്യണം അല്ലേ? കഴിഞ്ഞതിൽ നമ്മൾ എന്താ ചെയ്ത്? ജുംല ഫീലിയാണ്. ഇവിടെ ഈ സൂറ അൽ ഖുറത്ത് ബോളാണ് അല്ലേ? എവിടെയാ ബോള്? അയിനുൽ ഖുറത്ത് ഫിൽ മൈദാൻ. അപ്പോൾ നമുക്കവിടെ എന്ത് ചേർക്കാം? അൽ ഖുറത്തു ഫിൽ മൈദാൻ. നെക്സ്റ്റ് പിക്ചർ നോക്കിയേ. വാസി ഉൻ വിശാലമായതാണ്. ഡാഷ് എന്താ അവിടെ വിശാലമായത്? മൽ അബ് ഗ്രൗണ്ട് വിശാലമായതാണ്. ഡാഷ് നഷീത്തുൻ. മഅന നഷീത്തുൻ ഉന്മേഷവാന്. ഡാഷ് നഷീത്തുൻ. അവിടെ നമുക്ക് എന്തെഴുതാം? അൽ വലതു ആൺകുട്ടി. അൽ വലതു നഷീത്തുൻ. നെക്സ്റ്റ് പിക്ചർ നോക്കൂ. ആരാ അവിടെ കാണുന്നത്? നമ്മുടെ റഫറയാണ് അല്ലേ? ഡാഷ് ആദിലുൻ നീതിമാനാണ്. ആദിലുൻ നീതിമാൻ. ആരാണ് അവിടെ നീതിമാൻ? എന്താ റഫറെ നമ്മൾ പഠിച്ചത്? ഹക്കമുൽ മുബാറാത്ത്. ഹക്കമുൽ മുബാറാത്ത് ആദിലും എന്ന് നമുക്കവിടെ എഴുതാം. അടുത്ത ഭാഗം അടുത്ത ക്ലാസ്സിൽ കാണാം. ഇൻഷാ അല്ലാഹ്.